കുട്ടി വലിയ ചാടിയായിരുന്നു, ഒരേ കരച്ചില്. പിന്നെ കുറെ നേരം കിടന്നുറങ്ങി. ഇപ്പൊ രണ്ടുപേരും കൂടി സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ പോയിരിക്കുക. താമ ജാതിക്കാരിയൊക്കെ തീണ്ടി ഉണ്ടാവില്ലേ? മുങ്ങി കുളിച്ചിട്ട് അകത്തേക്ക് കയറിയാ മതി. എനിക്കിതൊക്കെ നിർബന്ധ. ആരാ? വാതില് തുറക്ക്. ചന്ദ്രേട്ടനോ? ഇത്ര താമസിച്ചപ്പോ ഇന്നിനി വരില്ലാന്ന് കരുതി. നേരത്തെ ഇങ്ങ് എത്താൻ വേണ്ടി 2 മണിക്ക് മുമ്പേ ഇറങ്ങിയതാ. വണ്ടി കിട്ടണ്ടേ, കാത്തു നിന്ന് വലഞ്ഞു. കണ്ണനെവിടെ? അമ്പലത്തിൽ നിന്ന് എത്തിയില്ല. നീ ആ തോർത്തിങ്ങെടുക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഒന്ന് നിർത്താൻ. രാവിലെ എഴുതാന്നേ, നാളെ ഞായറാഴ്ചയില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെക്കാതെ അടങ്ങില്ല അല്ലേ? ഒന്ന് വരാൻ. ധൃതി വെക്കാതെ ഞാനിതൊന്ന് എടുത്തു വെക്കട്ടെ. പാടോ കണ്ണൻ ഇറങ്ങില്ലേ? എന്റെ കൂടെ കിടത്തിക്കോളാം. വേണ്ട, രാധ കിടന്നോളൂ. ഉച്ചപൂജയ്ക്ക് മുമ്പിങ്ങെത്താം. കണ്ണന്റെ അമ്മയ്ക്ക് സ്കൂളിൽ പോകാറായി. സദാസമയം എന്റെ കൃഷ്ണാന്നും പറഞ്ഞ് അമ്പലത്തിൽ കിടന്ന കുട്ടിയാ. അതിന്റെ കുട്ടിയാണോ? കുട്ടികളില്ലാത്ത ദുഃഖം കാണില്ലേ? പാവം, ഒരു സംബന്ധവും തരാവുന്നില്ല. പെൺകുട്ടികൾക്ക് ഇതൊരു യോഗ. ഒക്കെ ഭംഗിയായിട്ട് നടന്നേനെ ഇവിടെ മൂത്ത ആ ചെറുക്കൻ ഉണ്ടായിരുന്നെങ്കിൽ. അതിനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചില്ലേ? ഇനിയിപ്പോ ആരാ? നന്ദിനി ഇവിടെ കുളത്തിലാ കുളിക്കുക? അല്ല, പുഴയിലാ. വേനലാവുമ്പോ നേർക്കും. ഇവിടുത്തെ വെള്ളത്തിന് തണുപ്പ് കൂടുതലല്ലേ? ആവോ, ദിവസം 2 നേരം എന്റെ കുളി ഇതിലാ. അതുകൊണ്ടൊന്നും തോന്നണില്ല. ബാഹുബലി ഇവിടെയാ നടക്കാറ്. നിറച്ച ആൾക്കാർ വരും. ബലി ഇടിയിക്കണവരുണ്ടോ ഇവിടെ? എന്താ? അച്ഛന്റെ ബലി വരാറായി. വീട്ടിൽ പോകാനൊന്നും പറ്റില്ല. അവധി എടുത്ത ശമ്പളവും കുറയും. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇടായിരുന്നു. ഞാനത് മുടക്കാറില്ല. ഞാൻ മതിയോ? അച്ഛൻ പേരുകേട്ട കാർമികനായിരുന്നു. കൊറേയൊക്കെ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ആള് മോശമല്ലല്ലോ. ചാരുശീലേ പ്രിയേ ചാരുശീലേ. ഇടയ്ക്ക് എടുക്കട്ടെ. അയ്യേ എന്റെ രാമ, ഒന്ന് നിർത്തുക. ഇതാ നേതിച്ചോറ് അവിടെ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ച് മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് കിടക്കുക. ഈ കുടിച്ചാലും കുടിച്ചാലും മതിയാവുക അങ്ങനെയില്ല. ഓ കുടിയേ? ആരാ ഇപ്പൊ കുടിച്ചേ? 10 രൂപയില്ലേ? മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ കണ്ട് ഒന്ന് അടങ്ങി കിടക്കണ്ടോ? അപ്പോ ഞാനൊരു ശല്യായി എല്ലാവർക്കും അല്ലേ? എന്താ ഇവിടെ നിക്കണില്ല? പൂവായി പൂവാ പൂവാ ഞാൻ. പൂവാച്ചാ പൂവാ. എത്രത്തോളം പൂവെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്ത് പൂക്കളാ! അമ്പലക്കുളം നിറയെ താമര പൂത്തിരിക്കണു. എന്തൊരു ഭംഗി! രാധേ, നീ കാണുന്നില്ലേ ഈ പൂക്കളൊക്കെ? ആ ചെമ്പ് ഇങ്ങടെ എടുക്ക്,
ഞാൻ ഇറങ്ങി പറിക്കാം. വെള്ളം കേറി കേറി വരുന്നു. വേഗാവട്ടെ. ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? വല്ലോരും വന്ന് പറക്കണേന് മുമ്പ് പറിക്കാം. തേവർക്ക് ഇന്ന് താമരപ്പൂമാലയാവട്ടെ. അമ്മ എന്തൊക്കെയായി കാണുന്നത്? ഇതിപ്പോ രാത്രിയാ. കിടന്നുറങ്ങ്, നേരം വെളുക്കട്ടെ. വരൂ. എന്താ അത്ര കുറച്ച്? പകല് മുഴുവൻ കുട്ടികളുടെ മുമ്പിൽ വായിലിക്കേണ്ടതല്ലേ? ഒരു രുചി തോന്നണില്ല. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് വല്ലാതെ മനം മറിഞ്ഞു വന്നു. ആ സാരെന്ത് വിചാരിച്ചാണോ ആവോ? വല്ലവരും വിചാരിക്കണതാണോ കാര്യം? ഒന്നും കഴിക്കാണ്ടിരുന്ന എണീറ്റ് നടക്കണ്ടേ? കണ്ണനെ വയറ്റിലുണ്ടായിരുന്നപ്പോ ഛർദി കലശലായിരുന്നു. നെഞ്ചു പൊട്ടി പോണ പോലെ തോന്നും. 1-2 മാസത്തേക്കേ കാണൂ. ഇതിപ്പോ എത്ര മാസാ? എന്തായാലും ആഹാരം കഴിക്കണം. എന്തു പറ്റി ഇത്രമാത്രം കരയാൻ? ഞാൻ അല്പ ചെന്നി നായക അരച്ചു തേച്ചു. അവന് കഴിച്ചു കാണും. കുടിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യ. ഭയങ്കര വേദനയാ. എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണ്ടേ? ആഹാ, വേണ്ട വേണ്ട വേണ്ട, മോൻ കരയണ്ട കേട്ടോ. ചേച്ചി എടുക്കാം. ഈ അമ്മ ചീത്തയാ. ഇനി കണ്ണ അമ്മ എടുത്തിടുന്ന് ഉറങ്ങണ്ട. ചേച്ചി ഉറക്കാട്ടോ. വാവോ. വേണ്ട വേണ്ട വേണ്ട. ആ, നിക്ക് നിക്ക് നിക്ക്. പതുക്കെ. ഹായ് ഹായ്, ചില്ല് പൊട്ടിക്കാണും കൂർത്തം കെട്ടത്. പൊട്ടിയോ? അറിയാതെ പറ്റിയതാവും. കുട്ടിയല്ലേ? ഭാഗ്യത്തിന് പൊട്ടിയില്ല. ഏതാ ഈ കുട്ടി? വേണ്ട 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 കേട്ടോ. കരയണ്ട കരയണ്ട. സാരില്ല. കണ്ണാ, കണ്ണാ അവിടെ നിക്ക്. കണ്ണും വാലുമാക്രിയ കണ്ടിട്ടുണ്ടോ? കുളത്തില് നിറയെ വാലുമാക്രിയാ. എന്ത് രസാന്നറിയോ കാണാൻ. വാ, ഓടി വാ. കഷ്ടം കഷ്ടം. ഇന്നും കിടന്ന് മൂത്രം ഒഴിച്ചൂല്ലേ? നാണല്ലോ. മൂത്രം ഒഴിക്കാൻ മുട്ടണോന്ന് പറഞ്ഞൂടെ? അതവിടെ വെച്ചേക്കൂ. തൊടണ്ട, അശുദ്ധാവും. അവൻ കുട്ടിയല്ലേ, തൊട്ടാലും കുഴപ്പമില്ല. നല്ല കാര്യായി. അമ്മയെങ്ങാനും കണ്ടാ പിന്നെ ഇവിടെ മുഴുവനും മുക്കി ശുദ്ധാക്കണം. മോനതവിടെ വെച്ചേക്കൂ. ആ, തൊടണ്ട കേട്ടോ. അമ്മമ്മ കണ്ടാ വഴക്ക് പറയും.
ഇതൊക്കെ വീട്ടിലുണ്ടായതാ. ഇങ്ങെത്തിക്കാനാ പ്രയാസം. ചുവന്ന് മടുത്തു. ഓ ഇതൊന്നും വേണ്ടായിരുന്നു. മോർണിംഗ് വാ, അച്ഛനൊരു സൂത്രം തരാം. ഹായ്. ആ ചെല്ലുമോനെ. ആ എന്തിനാ ഇത്ര വില കൂടിയതൊക്കെ വാങ്ങിയേ? അവൻ കേടുവരുത്തും, ഒരു സൂക്ഷവും ഇല്ല. ആഹാ ആ അത് കണ്ട. എടുത്തെടുത്തോ, എടുത്തോളൂ. കണ്ണൻ ഉറങ്ങി. ഇങ്ങോട്ട് കിടത്തണോ? വേണ്ട. ആ മുലകുടി നിർത്തിയ പിന്നെ രാധയുടെ കൂടെയാ കിടപ്പ്. ആദ്യമൊക്കെ എനിക്ക് വിഷമായിരുന്നു. ഒരു കണക്കിന് നന്നായി. കുട്ടികളല്ലേ, കൂടെ കിടത്തുമ്പോ കയ്യും കാലും ഒക്കെ എടുത്ത് തൊഴിക്കും. ഇപ്പോ ഛർദിയൊക്കെ കുറവുണ്ടോ? ഓ അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒന്നിനും ഒരു രുചിയില്ല. മീനില്ലാത്തോണ്ടാവും. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കണം. രുചിയില്ലെന്നും പറഞ്ഞൊന്നും കഴിക്കാതിരിക്കരുത്. ഇവിടെ ഇപ്പം നിന്റെ കാര്യം നോക്കാൻ വേറെ ആരാ? ഇവിടെ ഒരു കുഴപ്പമില്ല. എന്നാലും എനിക്ക് പേടിയാ. തനിയെ കിടന്ന് കരയും. അത്താഴപൂജ കഴിഞ്ഞില്ലേ? ആരാ അവിടെ വർത്താനം പാടി അടച്ച് പറയുന്നേ? കിടക്ക്. അത് രാധയുടെ അമ്മയാ. ആയമ്മ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. നേരെ കുറച്ച് കഴിഞ്ഞ് പാടി. കിടന്നോളൂ. ഗന്ധർവന്മാര് നീരാട്ടിന് പോണ സമയാ.